എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു ചെറിയ പണി കിട്ടി, അതുകൊണ്ട് നമ്മൾ പതിയെ അതൊന്ന് ശരിയാക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ ബൈക്കിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് സൈക്കിൾ വെച്ചിരുന്നത്. അപ്പോൾ ഒരാൾ ഒരു ബൈക്കിൻ്റെ മണ്ടയിൽ കയറിയിരുന്നതാണ്. ആ ബൈക്കിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി, സൈക്കിളിൻ്റെ മണ്ടയിലോട്ട് ബൈക്ക് വീണ്, സൈക്കിൾ ഒടിഞ്ഞു പോയി, സൈക്കിൾ താഴോട്ട് വീണ്. അപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡ് കണ്ടോ ഈ പരുവത്തിൽ ബെൻഡായിപ്പോയി. ഭാഗ്യം കുഞ്ഞിക്കൊന്നും സംഭവിച്ചില്ല, സൈക്കിളിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് തപ്പി പോവുകയാണ്. ഇതൊന്നും നേരെയാക്കിയിട്ട് ഒരു 2 കമ്പി വെച്ച് വെൽഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെയൊന്നും കടകളൊന്നുമില്ല കേട്ടോ. വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇപ്പം നിസ്കാരത്തിന് വേണ്ടി എല്ലാവരും പോയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ 1-2 ഇടത്ത് ചോദിച്ചപ്പോൾ അവിടെയെല്ലാം അടവാണ്. ഇനിയിപ്പം അകത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അവർ 1 മണി കഴിഞ്ഞ് തുറക്കുമെന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് നോക്കട്ടെ. ഇതിൻ്റെ അകത്താണോ എന്നറിയില്ല. ഇതിൻ്റെ അകത്തല്ല. അപ്പം നമ്മൾ പതിയെ സോമനാഥൻ്റെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയി നോക്കാം എന്താ സംഭവിക്കാമെന്നറിയാമല്ലോ. ഇവിടെ ഗ്രീസിംഗ് ഒക്കെ നടത്തുന്ന കടകളുണ്ട്. അതുകൊണ്ട് ഇവിടെ താഴെ കുറച്ച് വർക്ക്ഷോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോഴത്തേ നമ്മൾ ഇസ്മായിലിക്കായുടെ വർക്ക്ഷോപ്പിലാണ് വന്നത്. ഇന്ന് ജുമയായിട്ടും അവർ നിസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനുമാണ് നമുക്ക് ഇസ്മായിലിക്കാനെ കാണാൻ പറ്റിയത്. ഗ്യാസ് വെൽഡിങ് ഉണ്ട്. പിന്നെ നല്ലൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ഗ്രൈൻഡർ, വെൽഡിംഗ് മെഷീൻ, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. आपका नाम क्या है जी? अयूब कയ്യൂം. आपका ആജിത്ത്. അപ്പോൾ ദേ അങ്ങനെ നമുക്ക് 3 പേരെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഭയ്യ നമുക്ക് വെൽഡിങ് എല്ലാം ചെയ്തുണ്ടോ. വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചെയ്തുണ്ടോ, വെൽഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്ത്. പിന്നെ മുമ്പേ നിങ്ങൾ കണ്ടാണല്ലോ ബെൻഡായിട്ടിരുന്നത്, അതൊക്കെ സ്ട്രെയിറ്റ് ആക്കി. അത് കഴിഞ്ഞ് ഒരു 8 mm കമ്പി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോഴത്തെ സ്റ്റാൻഡ് കൊണ്ടുവന്ന് പിടിപ്പിച്ച് കേട്ടോ. പക്ഷെ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതുണ്ടോ, ഇതിനിപ്പോൾ ഇത് ബെൻഡായിട്ടുണ്ട്. ഈ ഒരു ക്ലാമ്പ്, ആ ക്ലാമ്പിനെ അടിച്ച് നോക്കണം. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്ത് ചാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരി, ഇന്നത്തെ പരിപാടി ഇതോടെ കഴിഞ്ഞു.